എന്റെ ഊബർ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം 2200 ടിപ്പ് വന്നേക്കണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ടാക്സി ഫീൽഡിലേക്ക് ഇറങ്ങലേട്ടാ. ഒരു ട്രിപ്പ് അറ്റൻഡ് ചെയ്ത് ഞാൻ ആലപ്പുഴ പഗോഡ ബാറി കിടന്നാണ് ഞാൻ ഈ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഇവിടുത്തെ ടാക്സി സഹോദരന്മാര് കാണുന്നുണ്ടെങ്കിൽ ഒരാളവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആള് നടന്ന് എന്റെ കാറിന്റെ അങ്ങോട്ടേക്ക് വന്ന് ചടിച്ചടിച്ചടിച്ചടിച്ച് ഈ ഏരിയ വിട്ടു പോട്ടെ. ഇവിടെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കണത് ചേർത്തലയിൽ നമ്മ പോണ വഴിക്ക് എനിക്ക് സത്യം പറഞ്ഞ എന്റെ കിളി പോയിട്ടിരിക്കണ പുഴുങ്ങിയ മുട്ടയും മേടിച്ച് ട്രിപ്പും തന്നെ നോക്കിയിരിക്കണേട്ടാ. പുറത്തിറങ്ങി നിൽക്കാനും പറ്റില്ല. ഇതിപ്പോൾ 251 ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കണേട്ടാ. പക്ഷേ ഓട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഡൗണായി പോണേ. ഹൈ ഗൈസ്, 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ 7:20 അങ്ങനെ കുറേ ഇടവേളകൾക്ക് ശേഷം നമ്മൾ പിന്നെയും റോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണേണ് ഗൈസ്. ടയറിൽ എയറൊക്കെ ഉണ്ട്. വണ്ടിയിൽ ആരും കയറിയിട്ടില്ല. വണ്ടിയിൽ നമ്മൾ ഫാമിലി മാത്രം. ടാക്സി പെർമിറ്റ് വണ്ടി എടുത്തിട്ട് നമ്മൾ മാത്രം കറങ്ങി കിടക്കണേടാ. ഓക്കെ, വണ്ടി സെറ്റാണ്. വണ്ടിയുടെ ഉള്ളൊന്ന് ക്ലിയർ ആക്കണം. വേണ്ട ആ തെണ്ടി കൊണ്ടൊന്ന് മുട്ടിച്ചിട്ട് ഇവിടെ മാത്രം കാണുമ്പോൾ ഒരു സങ്കടം. കിക്കി സെൻട്രൽ ലോക്കാണ് സെറ്റ് ഗൈസ്. ഗൈസ്, ഞാൻ വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടേടാ. ഉള്ളു ക്ലിയർ ആക്കണേ മുമ്പ് നമ്മുടെ ഊബർ മച്ചാനൊന്ന് ഓണാക്കിയിട്ടേക്കാം. വല്ല ഓട്ടം തന്നെയാണെങ്കിൽ പടപടാന്ന് പറഞ്ഞ് പോവാലോ. ഓക്കെ, ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഒന്ന് ക്ലീൻ ആക്കേണ്ടതാണ്. ഇവിടെയൊക്കെ ചെറിയ പൊടികളുണ്ട്, ചെറിയ പൊടികളുണ്ട്. വലിയ സീനില്ല, എന്നാലും ഒന്ന് കുടഞ്ഞ് സെറ്റാക്കട്ടെ. നല്ല അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ചെറിയ പൊടി ഉണ്ടെങ്കിലേ നമ്മളതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ്ടല്ലേ, നമുക്ക് തന്നെ ഇടങ്ങാറാവും. ഇതെന്താണ് സംതിങ്. ചിലർ കയറുമ്പോണ്ട കാലെടുത്ത് നമ്മുടെ സീറ്റിൽ ചവിട്ടും. ഇതാണ് സീൻ. ഇതേ സാധനം ഞാൻ കളഞ്ഞിട്ടാ. അതെന്തോ ഉണങ്ങി പിടിച്ചിരുന്നേച്ച് കുറച്ച് വെള്ളം മുക്കി തുടച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. കാലെടുത്ത് സീറ്റിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കും. നമുക്കതൊന്നും പറയാൻ പറ്റില്ല, ഗസ്റ്റല്ലേ. അവർക്കൊന്നും അറിഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റൂല. മനുഷ്യനല്ലേ പുള്ളേ, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി നശിഞ്ഞു പോകുള്ളൂ. അല്ല, ഈ മാറ്റ് മേടിക്കണവർ സിംഗിൾ പീസായിട്ടുള്ള മേടിക്കണം. അല്ലെങ്കിൽ ഇത് കണ്ട ഇതേപോലെ ഞാൻ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. ആടാ, 2 കൈ വെച്ച് ഇത് ഇങ്ങനെ പൊക്കി അപ്പോഴത്തേക്കും നമ്മുടെ മണ്ണൊക്കെ അടിയിൽ വീഴും. ഇത് വെറുതെ വേസ്റ്റ് സാധനം. ഇത് മാറ്റണമല്ലോ. നമ്മൾ എടുക്കുമ്പോൾ തന്നെ മണ്ണൊക്കെ അടിയിലായിരിക്കും. പിന്നെ അടിയിൽ നിന്ന് കൊത്തികൾ അടിച്ചടിച്ച് ഈ ഏരിയ വിട്ടു പോട്ടെ. ഓക്കെ ഗൈസ്, കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ്. പെട്ടെന്ന് തന്നെ സെറ്റാക്കട്ടെ. അപ്പോൾ മച്ചാമാരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ മച്ചാമാരെ വണ്ടി പാർക്കിങ്ങിൽ നിന്ന് പുറത്താക്കിയിട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങേണ്ട മച്ചാമാരെ. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എറണാകുളം സൗത്തിലേക്കാണ്. പള്ളുരുത്തിയും തോമ്പടിയിലേക്ക് നല്ല ബ്ലോക്കാണ്. ഞാൻ അധികം കഥ പറഞ്ഞ സമയം കളയാനുള്ള CNG ഇപ്പോഴേ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മച്ചാമാരെ, കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാമാർക്കും നന്ദി കേട്ടോ. ഗൈസ്, നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പള്ളുരുത്തി തന്നെയാണ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അമീർ എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ്. 202 രൂപ എങ്ങാണ്ടാണ് കാണിച്ചേട്ടാ. ഞാൻ പെട്ടെന്ന് നോക്കിയില്ല. അത് ഞാൻ ഇവിടെ എത്തിയിട്ട് പറയാം കറക്റ്റ് എത്ര രൂപ കിട്ടിയെന്ന്. സൗത്തിലേക്കാണ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എങ്ങാണ്ടാണ്. ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കണാണ്. കറക്റ്റ് ആ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊതുക്, ഇത് ഇത്രയുള്ള ചെറിയൊരു കൊതുക് ഓടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് അടിക്കണം എൻ്റെ മുമ്പിൽ കൂടി. നമ്മൾ ഈ ചെറിയൊരു സാധനം കയറി കഴിഞ്ഞാൽ ആകെ ഒരു ഇടങ്ങേറാണല്ലോ. അപ്പം ഞാനതിനെ പുറത്താക്കാൻ നോക്കിയിട്ട് ഇവൻ എവിടെയോ വിളിച്ചിരിക്കണേ. ഇതാ കൊതു മോടം. ഇപ്പോൾ കസ്റ്റമറിനെ പിടിച്ച് കുത്താണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ അറൈവ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാടാ. ലൊക്കേഷൻ കാണിക്കണമെങ്കിലേ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കണ കാണിക്കണത് ഇപ്പോൾ ഊബറിൽ. പക്ഷേ നമ്മുടെ ഇത് കണ്ട ടൈമർ സ്റ്റാർട്ട് ചെയ്യണത് ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ദൂരത്താണ്. അതെന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കറക്റ്റാ ടൈമർ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ അവിടെ നിൽക്കണത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണത് വെറുതെ ആവൂലേ. അതുകൊണ്ടാണ് പുറത്തിങ്ങനെ നോക്കി നിൽക്കണാണ് അകത്തോട്ട് കയറാൻ വേണ്ടി കൊതുക്. ഇനി 1 മിനിറ്റും 41 സെക്കൻഡും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ വേറെ വണ്ടി വിളിച്ച് പോകും. ഗൈസ്, ഞാനിപ്പോൾ ഇറക്കി, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി. അമീർ എന്ന് പറഞ്ഞ മച്ചാൻ നല്ല അടിപൊളി മച്ചാനായിരുന്നു. പുള്ളി കുറേ സംസാരിച്ച്. പുള്ളി ഒരു ഡ്രൈവറായിരുന്നു, ഒരു ബസ് ഡ്രൈവറായിരുന്നു. അപ്പോൾ പുള്ളി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണേന്ന്. അവിടെ നിർത്തി പോകുന്നതാണ്, ആകെ ശോകമാണ്, വണ്ടി ഇടിയും ബഹളമൊക്കെ ആയിരുന്നു എന്നാണ് പറയണത്. ഏതോ ഒരു സൗദിയിലാണ്, അവിടെ എവിടെയാണ് പറഞ്ഞേട്ടാ, കറക്റ്റായിട്ട് ഞാൻ വിട്ടുപോയി. കാരണം അപ്പം തന്നെ എനിക്ക് വേറൊരു കസ്റ്റമർ അടിച്ചത്, ഉണ്ണിമായ. ഇത് അതിലും വലിയ പറ്റാണ്. ട്രെയിൻ എത്തിയിട്ടില്ല, ട്രെയിൻ കുമ്പളത്ത് എത്തിയിട്ടുള്ളൂ. എന്നിട്ട് ഇവിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കുമ്പളത്ത് ട്രെയിൻ എത്തിയിട്ടുള്ളൂ, ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് വേണ്ട, വെയിറ്റിംഗ് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മാഡം, ഇത് നിങ്ങൾ അവിടെ എത്തിയിട്ടുള്ളൂ, ഇനി അതെപ്പോൾ ട്രെയിൻ എത്തോ അതൊരു പിടുത്തമില്ല, എൻ്റെ ഓട്ടം പോണല്ലേ, നിങ്ങൾ എത്തിയിട്ട് ബുക്ക് ചെയ്താൽ മതിയായിരുന്നില്ല എന്ന് വെച്ചപ്പോൾ എൻ്റെ മോളാണ് വന്നത്. അവൾക്ക് അറിയില്ല ഇതൊന്നും, അതുകൊണ്ടാണ് ഇങ്ങനെ ബുക്ക് ചെയ്തതെന്ന് പറയുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തില്ല കേസ്. എന്തൊക്കെ വണ്ടിയാണ് ദൈവമേ, കുറേ നാൾക്ക് ശേഷം ഓടാതിരുന്നപ്പോൾ വന്നത്. എന്തായാലും മാഡം പറഞ്ഞ പോലെ ടെൻഷനായിരിക്കും ചിലപ്പോൾ. മോളിനെ ഊബർ വിളിച്ചിട്ട് ഒരു സേഫായിട്ടുള്ള ഹാൻഡ്സിൽ എത്തിക്കണമായിരിക്കും. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കാറും ഓട്ടോയൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് ഇടേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ്, അനദർ 10.16 in 5 minutes. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ചാർജ് പോകും, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്താൽ മതിയായിരുന്നില്ല, നിങ്ങൾക്ക് വണ്ടി കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ക്യാൻസൽ ചെയ്ത് 50 രൂപ പോകൂലേ അങ്ങനെയൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങോട്ടുള്ള ട്രിപ്പാണെന്ന് ഞാൻ നോക്കാൻ മറന്നു. ദൈവമേ, ഇനി ഫോട്ടോച്ചിലോട്ടോ പള്ളുരുത്തിലോട്ടോ ആകലെന്ന് മാത്രമാണ് പ്രാർത്ഥന. കാരണം ആ തോപ്പുംപടി പാലം ഫുള്ള് ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ 35 മിനിറ്റ് പിടിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താൻ. അപ്പോൾ ഇങ്ങനെയും ട്രിപ്പുകൾ വരും. റൈഡർ ക്യാൻസൽ കേട്ടോ, സെറ്റ്. ഓക്കെ, 214 രൂപയാണ് എഴുതിരുന്നത് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ്, 8:13. പമ്പയിലേക്കുള്ളൊരു ബസ് കിടക്കണം കേട്ടോ. ഗൈസ്, ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടാ, കാരണം അവിടെ എന്തോ റെയിൽവേയുടെ വർക്ക് നടക്കണമുണ്ട്. അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം അവിടെ പാർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വേറെ വണ്ടികൾ വന്ന് കൺജസ്റ്റഡ് ആവും, അതുകൊണ്ടാണ് ഇഷ്യൂ നടക്കുന്നത്. നിങ്ങൾ ആൾക്കാർ എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എടുത്തിട്ട് പോവുക, അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ കിടന്ന് ചുറ്റിപ്പറ്റാതെ അവിടെ നിന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലും കൊണ്ട് ഇടാമെന്നാണ് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഗേൾസ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു ഇട്ടിട്ടുണ്ട്. വേറൊരു ട്രിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, കൺഫേം അല്ല. 8:14 9 മണിക്ക് എനിക്ക് നമ്മുടെ ഇവിടെയില്ലേ ചക്കരപ്പറമ്പ്, അതായത് ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ, അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു കമ്പനിക്കാരനാണ്, കൂട്ടുകാരനാണ്. 450 രൂപ ഫെയർ ഉണ്ട്. സോ നമുക്ക് അത് പോയി അറ്റൻഡ് ചെയ്യാം. എന്തായാലും അത് പോയി അറ്റൻഡ് ചെയ്യാം. അതാകുമ്പോൾ കമ്മീഷൻ ഊബറിൻ്റെ കാശ് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ 450 രൂപ ഫെയർ ഉണ്ട്. നമുക്ക് മറ്റേ കണ്ണങ്കാട്ട് പാലം വഴി ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടൊന്ന് ആക്കാവന. തോപ്പുംപടി പാലം വഴി പോയി കഴിഞ്ഞാൽ മുതലാവില്ല, CNG കത്തിപ്പോവുള്ളൂ ബ്ലോക്കിൽ കിടന്ന്. അപ്പോൾ നമുക്ക് കണ്ണങ്കാട്ട് പാലം വഴി നൈസായിട്ട് കൊണ്ടവനെ ആക്കിയിട്ട് വരട്ടെ ഗൈസ്. ദേ ഗൈസ്, താപ്പോള ചേട്ടൻ തന്നതാണ്. മോനെ ഒരെണ്ണം എടുക്കും മോനെ, എന്തിനാണ് മോനെ ഒരെണ്ണം എടുക്കാന്ന് പറഞ്ഞപ്പോൾ 2 എടുത്തു. ഇതാണ് അവസ്ഥ. ഇനി 5000 വെച്ച് അടിക്കണമെങ്കിൽ 10000 രൂപ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. ഇന്നത്തെ ദിവസം എന്തായാലും നമുക്കൊരു 19,000 രൂപ ഉണ്ടാക്കണം. ഞാനേ ഊബർ ഒന്നും കൂടി ഞാൻ ഓണാക്കിയിടാം. കാരണം ഇതിലിടക്ക് ഇങ്ങനെ ഫൈൻഡിങ് ട്രിപ്സ് എന്ന് പറഞ്ഞ് വന്നില്ല, അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഓണാക്കിയതാണ്. അവൻ 9 മണിക്ക് അവിടെ എത്തോളെന്ന് പറഞ്ഞത്. ഇപ്പം സമയം 8:20 നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് കിട്ടിയാൽ എന്തുകൊണ്ടും നല്ലതാണ്. പറയുമ്പോൾ തന്നെ കിട്ടിയാന്നില്ല, ചിലപ്പോൾ കാലിയോടി ഒരു 5 കിലോമീറ്റർ കാലിയോടി തന്നെ പോയി എടുക്കേണ്ടി വരും. അതൊന്നും സീനില്ല, കാരണം ഊബറിൻ്റെ കമ്മീഷൻ ഒന്നും നോക്കാതെ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന പൈസയാണ് മറ്റേത്. അപ്പോൾ അതെന്തായാലും ഒരു 5 കിലോമീറ്റർ പോയാലും നമുക്ക് 450 രൂപ ഒറ്റടിക്ക് കിട്ടും. എന്തായാലും ആ ട്രിപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. 8:30 വരെ നമുക്ക് നോക്കാം. ഇപ്പോൾ 8:23 ഗൈസ്, ഒരു ട്രെയിൻ വന്നപ്പോൾ ഒരു ഓട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ടോ, കാക്കനാടേക്കാണ്. അപ്പോൾ നമ്മുടെ മച്ചാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം, നീ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്നേഹമുള്ളവനാണ്, വെറുതെ അല്ലട്ടോ, നല്ല ബ്ലോക്ക് ഉണ്ടോ. ഗൈസ്, രാജഗിരി കോളേജിലേക്കായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയ ട്രിപ്പ്. അതിൽ 330 കിട്ടിയിട്ടോ. ഇപ്പം നമ്മൾ ടോട്ടൽ 509 എനിക്ക് കിട്ടിയേക്കണത്. ആദ്യത്തെ ട്രിപ്പിന് എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട്, കാരണം 163 രൂപയാണ് എനിക്ക് അവർ ഗൂഗിൾ പേ ചെയ്തത്. പക്ഷെ ഇതിൽ 199 കാണിച്ച്. പക്ഷെ ഇപ്പം ഞാൻ വാലറ്റിൽ കയറി നോക്കിയപ്പോൾ വേണ്ട 15 രൂപ അങ്ങോട്ട് കൊടുക്കാനുള്ളൂ എന്നാണ് കാണിക്കുന്നത്. മൈനസ് യുവർ ബാലൻസ് കീപ് ഡിപ്രീസിങ്, പേയ്മെൻറ്റ് മേ ബി നീഡഡ്, ഇൻസ്റ്റൻറ്റ് പേ 275. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കമ്മീഷനൊന്നും കിട്ടിയിട്ടില്ല. അതായത് 300-163
330 163 രൂപയും എൻ്റെ അക്കൗണ്ടിലുണ്ട് ഇപ്പോൾ. അതിൽ ഞാൻ 15 രൂപ കൊടുത്താൽ മതി. അപ്പോൾ എനിക്കൊന്നും ഊബറിൻ്റെ ഭാഗത്ത് എന്തോ തെറ്റ് പറ്റിയിട്ട് സംഭവിച്ചേക്കണാണ്. ഇപ്പോൾ സമയം 9:20 കേസ്. കുറേ കറങ്ങി, ഭയങ്കര ബ്ലോക്കായിരുന്നു. നല്ല കയറ്റത്തിലുള്ള ഒരു ഇടവഴി കൂടിയൊക്കെയാണ് കയറി വന്നത്. നമ്മുടെ ക്ലച്ചിന് ചെറിയൊരു വള്ളി കിട്ടിയിരുന്നെന്ന് തോന്നുന്നു. കാരണം കയറ്റത്ത് കയറുമ്പോൾ മൊത്തം കിടന്ന് വൈബ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സർവീസ് സെൻറ്ററിൽ കയറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മളെ മച്ചാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണേട്ടാ. പുള്ളീനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ പോയി പിക്ക് ചെയ്യാം. ഹലോ എടാ, എന്തായി? പോസ്റ്റാണോ? ആണോ ഗൈസ്? അപ്പോൾ നമ്മ ഈ ഓട്ടം എടുക്കാതെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ അവിടെയും പോസ്റ്റ് ആയനെ. എന്തായാലും ഈ ഓട്ടം എടുത്തത് നന്നായി. 330 റുപ്പീസും കൂടി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ കാക്കനാട് മറ്റേ രാജഗിരി കോളേജിൻ്റെ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഓട്ടം ആണെന്നൊന്നും അറിയില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അവൻ ഓൾറെഡി ഒരു വണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ് ബൈക്ക്. സോ അതിപ്പോൾ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ അവൻ ബൈക്കിന് തന്നെ പോയിക്കോളും എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. സോ പിന്നെ വെച്ചാൽ ഇപ്പം കയറിയത് 3 ഗേൾസ് ആയിരുന്നു. രാജഗിരി കോളേജിൽ പഠിക്കുന്ന 3 ഗേൾസ്. അവരെല്ലാം ലേഡീസ് ഹോസ്റ്റലിലാണ് കൊണ്ടാക്കിയേട്ടാ. അങ്ങനെ അവരെൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ ചോദിച്ചു. സ്മാർട്ട് ഡ്രൈവർ, ഹാൻഡ്സം, ചുമ്മാ പറയണ്ട കാര്യം. അവര് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. എനിക്ക് തോന്നണ ലോങ്ങിൽ നിന്ന് അവിടെ നിന്ന് വന്ന പിള്ളേരാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ പതുക്കെ പോയാൽ അത് ധൃതിയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ കുറേ ആയിട്ട് 8:30 സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഇപ്പോൾ 9:23 3/4 മണിക്കൂർ പിടിച്ച് ഇവിടം വരെ എത്താൻ. നല്ല ബ്ലോക്കായിരുന്നു. സോ അങ്ങനെ കേട്ടാ. ഇപ്പം നമ്മൾ വണ്ടി ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. ഇടയ്ക്കല്ല, കസ്റ്റമർ ഇറങ്ങിയപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യും. കാരണം എന്തെങ്കിലും വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് ഓടേണ്ടി വരും. അപ്പം അങ്ങനെ ഞാനിപ്പോൾ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, കാരണം വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ 10 മണിക്ക് ശേഷം ഒരു ഓട്ടം കിട്ടാൻ ഒരു വഴിയില്ലാത്ത ഒരു ഏരിയയാണ് ഈ ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞാൽ. വെറുതെ കിടക്കണം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട്. രാവിലെ വന്നിട്ട് എൻ്റെ പൊന്നോ 3.5 മണിക്കൂർ കട്ട പോസ്റ്റ്, 3.5 മണിക്കൂർ പോസ്റ്റും. അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്ത് ചെയ്ത് പാലാരോട്ടത്തേക്ക് പോയി. പാലാരോട്ടത്ത് പോയി കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നെ അവിടെയും കട്ട പോസ്റ്റ് 1 മണിക്കൂറോളം. പിന്നെ അവിടെ നിന്ന് അടുത്ത് ബ്രഹ്മാളുടെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ഒലയിലൊരു അടി വന്നു. ഒലയിലൊരു അടി വന്നത് നേരെ പറവൂർ കവലയിലേക്കാണ്. പറവൂർ കവലയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ വെയിറ്റ് ചെയ്യുമോ, എനിക്ക് തിരിച്ച് കളമശ്ശേരിയിലേക്ക് എൻ്റെ പോകാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഒലയിൽ എത്ര രൂപയെ കാണിച്ചത് അത് തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാ. തിരിച്ച് ഈ എമൗണ്ട് തന്നെ തന്നാൽ മതിയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒലയിൽ കാണിക്കുന്ന എമൗണ്ട് തന്നെ തന്നാൽ മതി, ചിലപ്പോൾ ഇതിൽ കുറവാണെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ പുള്ളി അങ്ങോട്ട് ഉണ്ടാക്കിയത് 310 രൂപക്കാണ്. ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ 385 രൂപ കാണിക്കണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് 310 രൂപ തന്നെ തന്നാൽ മതി, നോ ഇഷ്യൂസ്, സീനൊന്നുമില്ലെന്ന് പറഞ്ഞു. കാരണം അവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ റേറ്റ് കാണിച്ചേട്ടാ. എന്തായാലും നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ കിടന്ന് ഓടാന്ന്, ഒരു സീനുമില്ല. ഇന്ന് ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്, മാക്സിമം ഓടി പൈസ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ആദ്യം ഒരു കസ്റ്റമർ കയറിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ പുള്ളിനോട് ഞാൻ ചോദിച്ചു പുറത്ത് ഡ്രൈവറായിട്ട് എത്ര വേക്കൻസി, സാലറിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു 35,000 രൂപ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 35 രൂപ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. 35 രൂപയാണ് സാലറി എന്ന് പറഞ്ഞത്. 35,000 രൂപയൊക്കെ ഉള്ളൂ ഈ പുറത്ത് പോയി ഡ്രൈവിംഗ് ഒക്കെ. അത് ബസ്, അതായത് സൗദിയിൽ എവിടെയോ ആണ് മറ്റേ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത 2 ബസ്സിൽ, വലിയ നീണ്ട ബസ്, അതിൻ്റെ നടുക്ക് ഇങ്ങനെ എന്താണ് അതിന് പറയണേ, എന്തോ ഒരു പേര് പറയുമോ അതിന് കറക്റ്റായിട്ട് അറിയില്ല. ആ ബസ്സാണ് ഓടിച്ചോണ്ടിരുന്നത് വെച്ചാൽ, അതായത് സൗദി ഗവൺമെൻറ്റിൻ്റെ ബസ്സാണെന്ന് പറയുന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു 5-6 ഇടിയൊക്കെ പുള്ളി പോയി ഇടിച്ചിട്ടുണ്ട്. എന്നിട്ട് കേസൊന്നും ഇല്ല, അങ്ങനെ കേസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മടുത്ത് ഇറങ്ങി പോകുന്നതാണ് ബ്രോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. നല്ല അടിപൊളി വച്ചാനായിരുന്നു. പുള്ളി ഫോണിൽ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് എൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ പറഞ്ഞതാണ്. 35,000 രൂപ സാലറി ഉള്ളല്ലേ പുറത്ത് ഡ്രൈവർമാർക്കൊക്കെ. എനിക്കറിയില്ല ഇതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജൊക്കെ അയക്കും, ഡ്രൈവർ വേക്കൻസി ഉള്ളത് ഉണ്ടോ ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളെ വണ്ടിയിലും ഒരു മച്ചാൻ ബസ് ഡ്രൈവർ കയറിയപ്പോൾ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചതാണ് ഇങ്ങനെ വേക്കൻസിയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഉപകാരമാട്ടെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ 35,000 രൂപയ്ക്ക് വേണ്ടി പുറത്ത് പോയി കിടന്ന് പണിയെടുക്കണേക്കാളും നല്ലത് ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ബ്രോ, അതായത് ഷോ പോകണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. പുറത്ത് എല്ലാ വർക്കിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല എന്ന് മറ്റേ മച്ചാൻ, നമ്മുടെ സൂരജ് മച്ചാൻ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് 450 രൂപ ഒരു ഓട്ടം കിട്ടും. ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഇങ്ങനെ നരയിക്കാം. എനിക്ക് തോന്നുന്നു ക്ലച്ച് അവിടെ തുമ്പത്താണ് ഇരിക്കുന്നത്, അതാണ് സംഭവിച്ചേക്കണത്. പിന്നെ സർവീസ് ആകാറായിട്ടുണ്ട് ഏകദേശം.
സോ സർവീസിൻ്റെ ടൈമിൽ കയറ്റാം. എന്തായാലും ഇനി 6000 റുപ്പീസ് ആവുമെന്നാണ് പറയണത്. 4ാമത്തെ സർവീസല്ലേ. 20,000-ലാണ് സർവീസ്. അപ്പോൾ അതിന് മുമ്പായിട്ട് 18-ലൊക്കെ കയറ്റാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ ക്ലച്ചിന് ഇങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് കയറ്റാന്നുള്ള പരിപാടിയിലാണ്. എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ടൈം കിട്ടണല്ലോ. അതുകൊണ്ടാണ്, ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ കേദാർനാഥൊക്കെ പോയ വീഡിയോസൊന്നും ആരും കാണാനുള്ള, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ഈ ഡ്രൈവിംഗ് ഫീൽഡിലുള്ള ഇതൊക്കെ കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. സോ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഇനി എൻ്റെ മറ്റേ ചാനലിലിടാം. വൈൽഡ് മാക്രി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഫെബീസ് വ്ലോഗ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഞാൻ വന്നു എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഇത് എവിടെ നിന്നാണ്? കരിങ്ങച്ചിറ. എൻ്റെ പൊന്നെ പിക്കപ്പ് തൃപ്പൂണിത്തറയെന്ന്. എന്നിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നോ. സീനാളാ. നാവിഗേഷൻ ഇട്ട് നോക്കട്ടെ എത്ര കിലോമീറ്റർ ഉണ്ട് പിക്കപ്പിന്. എൻ്റെ പൊന്നെ പിക്കപ്പ് നോക്കിയ 16 മിനിറ്റ് അപ്പുറത്ത് പിക്കപ്പ്. ഇതെന്താണ് ആ ഏരിയയിലപ്പോൾ വണ്ടികളില്ലേ? ഇവിടെ വരെ അടി വന്നേക്കണം. പിക്കപ്പ് 7.2 കിലോമീറ്റർ. എന്തുവാടെ ഇത്? എന്നിട്ട് 200 രൂപ. ശോകാവസ്ഥയുണ്ട്. ഞാൻ വഴക്കിട്ട് ഹരിമച്ചാനെ വിളിച്ച് പറയാം. ബ്രോ ഞാൻ കാക്കനാടാ നിൽക്കണേ, തൃപ്പൂണിത്തറയെന്നാണ് അടി വന്നേക്കണേന്ന് പറയട്ടെ. പുള്ളി വിളിച്ചിട്ട് എടുക്കണൂലടാ. സീനാണ്. ഇതൊക്കെ പോയി എടുത്ത് എങ്ങനെ മുതലാനാണ് കേസ്. ഒന്ന് ആലോചിച്ച് നോക്കി. 7 കിലോമീറ്റർ അങ്ങോട്ട്, 7 കിലോമീറ്റർ ഇങ്ങോട്ട്. എന്തുവാണ് ഇത്? വേണ്ട തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എന്നിട്ട് 200 രൂപയും. ഊബർ നമ്മളെ കളിയാക്കണം. അല്ലെങ്കിൽ ഒരുമാതിരി ഇവിടെ നിന്ന് അവിടെ കൊണ്ടാക്കിയിട്ട് ഒരു 200 രൂപ തന്നെയാണെങ്കിൽ ഒരു അതുണ്ട്. ഇത് അവിടെ ചെന്ന് വിൽക്കിയത് ഇവിടം വരെ വരണതിന് 200 രൂപയും. വാട്ട് ഈസ് ദിസ്? പിക്കപ്പ് ഈസ് നോട്ട് വെർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അത് ക്യാൻസൽ അടിച്ച് കളയാം. എന്നാലും എന്തൊരു അല്ലേ, ചിന്തിച്ചു നോക്കട്ടെ. പക്ഷേ എനിക്കൊന്ന് പറയാൻ കിട്ടുള്ള ഇതൊക്കെ എന്താണ്? 7 കിലോമീറ്റർ അപ്പുറത്ത് പോയി പിക്ക് ചെയ്ത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ആക്കണേന് 200 രൂപ. അപ്പോൾ 7 കിലോമീറ്റർ നാണക്കേടെന്ന് പറഞ്ഞ അതാ റെയിൽവേ സ്റ്റേഷൻ. ഇത് തന്നെ 248 രൂപ ആക്കിയിട്ടിപ്പാ ഇൻഫോ പാർക്കിൽ കൊണ്ടാക്കണം. 16 മിനിറ്റ് അല്ല. തിരിച്ചിങ്ങോട്ട് 10 കിലോമീറ്റർ, അതായത് 17 കിലോമീറ്റർ ആണ്ടാ. അത് റഡാറിലാണ് അടിച്ച് ചെയ്യണത്. അവർ തന്നെയാണ് ബുക്ക് ചെയ്തേക്കണത്. ഞാനിത് നമ്മുടെ മച്ചാൻ വിളിക്കണ്ടേ, എന്താ പറയണേ നോക്കട്ടെ. ട്രിപ്പ് ക്യാൻസൽ ആണ്ടാ. ഈ സ്ഥലത്തുനിന്ന് വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണേ. ഇവരെന്നെയും കൊണ്ടേ പോകണമെന്നോണ്ട. ഇതേ ബാക്കിലൊക്കെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും മഞ്ഞില്ലേ. 284 റേറ്റ് കൂടി. 400 വരെ കൂടട്ടെ. ഇതിപ്പോൾ 251 ഇങ്ങനെ സ്റ്റക്ക് അടിക്കണേട്ടാ. അതെന്താ സംഭവം എന്നറിയില്ല. എന്താണ് സ്റ്റക്കായ? നോ റിക്വസ്റ്റ് റൈറ്റ് നൗ, വീൽ ലെറ്റ് യു നോ വെൻ മോർ റിക്വസ്റ്റ് ബിക്കം അവൈലബിൾ. ഓംബ്ര പതിക്കേ മതി, ഒരു വെറുതെയില്ല. അമ്മ 7 മണിക്ക് ഇറങ്ങി, 9:39 500 റുപ്പീസ് സമ്പാദിച്ചിരിക്കുന്നു. ഇനി നല്ലൊരു ട്രിപ്പ് കിട്ടിയിട്ട് വണ്ടി ഇറക്കാം, അല്ലെങ്കിൽ വെറുതെ CNG കത്തിപ്പോവും. അതിൻ്റെ സൈഡിൽ ഒരു JCB കൊണ്ടൊന്ന് പാർക്ക് ചെയ്തതാ. അപ്പുറത്ത് വേറൊരു ക്രെയിൻ എന്തൊക്കെയോ പൊക്കറുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു മറ്റേ മെട്രോയുടെ പണി കിടക്കണേ, അതിൻ്റെ പരിപാടിയാണ്. ഈ പോലീസുകാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് സൈഡൊന്ന് ഒതുക്കി കുറച്ച് നേരം ഒന്ന് കാലൊക്കെ നിവർത്താമെന്ന് നോക്കുമ്പോഴായിരിക്കും ബാക്കിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കിട്ടി, ഫൈൻ കിട്ടി. അങ്ങനെ നമ്മ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേറൊരു അനുഭവം ഉണ്ടായി എനിക്ക്. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അവിടെ വെച്ചിട്ടാണ്. ഹൈക്കോർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ടീം വണ്ടി വിളിച്ച് ഗ്രൂപ്പിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെയുള്ള പത്തനംതിട്ടയിൽ ഏതൊരു സ്ഥലത്തുള്ള ഒരു മച്ചാനാണ് കയറിയത്.
ഞാൻ കയറിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു പേരെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എൻ്റെ പേര് ഫെബിൻ, കൊച്ചിയിൽ പള്ളുരുത്തിയിലാണ് വീട്. അപ്പോൾ എത്ര നാളായി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ടെന്ന് ചോദിച്ചു. ഒരു ഗാംഭീര്യമൊക്കെ ഉള്ള സൗണ്ടാണ്, ആള് ഇത്തിരി സൈസാണ്, പൊട്ടി ഇടങ്ങേറ ലുക്കാണ്. ഞാൻ പറഞ്ഞു 3 മാസമായിട്ടുള്ളൂ, സൈഡായിട്ട് ഞങ്ങളൊരു വർക്കാണ്, അങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിച്ച് നല്ല കമ്പനിയായിട്ട് പോകുന്നു. അപ്പോൾ അയാളെ ഞാൻ ഒരു ബാറിലാണ് ഇറക്കി വിട്ടത്. നമ്മുടെ കാക്കനാടുള്ള ഈ ഏരിയയിൽ അപ്പുറത്തെ ഏരിയയിലുള്ള ഒരു ബാറിലാണ് ഇറക്കി വിട്ടത്. ബാറിൽ ഇറക്കി വിട്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ബാറുണ്ട് ബിയർ അടിക്കാമെന്ന് പറയും. ഞാൻ പറയില്ല, വർക്കിലല്ലേ, ഡ്യൂട്ടിയിലാണ്, അതുകൊണ്ട് എൻജോയ് എന്ന് പറഞ്ഞു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത ആഴ്ചയിൽ ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നീ കാണ്, നിന്റെ നമ്പർ താന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്ത് 2 ദിവസത്തിന് മുമ്പ് പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടാവൂടാ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഇല്ല, എന്താണ് എല്ലാ ആഴ്ചയും അവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി സൈൻ ചെയ്യാൻ എന്തോ പോണേണ്, അകത്തായിരുന്നു പുള്ളി, സൈൻ ചെയ്യാൻ വേണ്ടി പോണേണ്. എൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് കിട്ടും ഈ ഒരു ഫീൽഡിൽ. കുറേ ബന്ധങ്ങൾ, അഡ്വക്കേറ്റ് കയറും, ഡോക്ടർമാർ കയറും. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഒരു ഡോക്ടർ കയറിയിടും. ആ പുള്ളി കയറിയിട്ട് പുള്ളി അവിടുത്തെ കഥ ഡോക്ടർമാരൊക്കെ നല്ല കമ്പനിയാണ് കഴിച്ചത്. കയറുന്ന ആൾക്കാർ ഭൂരിഭാഗം പേരും നല്ല അടിപൊളി മെമ്പേഴ്സാണ്, നല്ല കമ്പനിയായിട്ട് ഞാൻ നിൽക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് പറയണതെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. എനിക്ക് വേറെ ജോലിയില്ല, ഓട്ടം വരണ്ടേ, ഓട്ടം വന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാന്ന്. എനിക്ക് ഞാൻ ഇന്ന് പോലെ നല്ല രീതിയിൽ വ്ളോഗൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഒക്കെയാണ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യണം. എൻ്റെ ഊബർ ഓടിയിട്ട് എന്താണ് അനുഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പം ഇങ്ങനെ കിടന്നുറങ്ങി അടി വരുമ്പോൾ അതിങ്ങനെ എഴുതേടാ മറ്റേ സെർജ് റെഡ് കത്തിക്കടങ്ങ റെഡ്. അതായത് തൃപ്പൂണിത്തറയിൽ അവിടെ ബ്ലോക്കും ഈ ഇതൊക്കെ ചവറ് പോലെ വണ്ടി മോണില്ല പണ്ടാറും ആകെ ഇടങ്ങിയാറ് പിടിച്ചിരിക്കണേ. അതാണ് ഈ 12 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ അടി വന്നത്. ഇവിടെ നിന്നിട്ടും കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നണം. നമുക്ക് കുറച്ചു നേരം ഒരു അരമണിക്കൂറും കൂടി നിന്നിട്ട് വേറെ വണ്ടി എങ്ങോട്ടെങ്കിലും മാറ്റിയിടാം. എൻ്റെ പൊന്ന് മച്ചാനെ JCBയിലാ ഡ്രൈവർ മച്ചാൻ കയറിയിട്ടാണ് കേട്ടോ. JCBയിൽ എന്നെ തോണ്ടി എടുത്തോണ്ട് പോവോ. അതാണ് തൃപ്പൂണിത്തറയിൽ ആ റെഡ് ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ മഞ്ഞുണ്ടാവും. അയ്യോ JCB ചേട്ടാ എന്നെ തോണ്ടിക്കൊണ്ട് പോകല്ലേട്ടാ ചേട്ടാ, ഞാനുണ്ട്. പൊളിച്ച് എൻ്റെ മോനെ ഇറക്കി ഇങ്ങനെ വരണല്ലേ. ആ മൂട് പൈസ ഉണ്ടോ? വണ്ടി പോയപ്പോ ഓക്കെ. JCB അല്ലേ പോയത്? ബാക്കടിച്ച് പോകണം. പറപ്പിച്ചാണ്ട കൂടെ വണ്ടി ബാക്കടിച്ചിട്ട് ഞങ്ങൾ എന്തോ കോരി എടുത്താണ് അങ്ങോട്ട് പോകണ്ട ചേട്ടൻ. നട്ടുച്ചാകാറായി, ചൂടടിച്ച് തുടങ്ങി. ഇനി ഓട്ടം കിട്ടണം നല്ല ഏരിയയിലായിട്ട്. കാക്കനാട് ഇത്ര ഫ്ലാറ്റൊക്കെ ഉണ്ട്, എന്നിട്ട് ഒരു ഓട്ടം മഞ്ഞില്ല. എല്ലാവരും ഓഫീസിൽ പോയിട്ടുണ്ടാവും, പണിയെടുക്കാൻ പോയിട്ടുണ്ടാവും. ഇനി വൈകുന്നേരമൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ അടി. അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് മാറ്റി പിടിക്കാം. ജിയ ജല്ലേ ജാൻ ജല്ലേ മൂൻ ജല്ലേ. എന്നെ മാത്രം ഞാൻ പ്രതീക്ഷിച്ചു. ഇനി ഞാൻ യാത്രയും കൂടി ഒന്ന് ഓണാക്കിയിട്ടേക്കാം. യാത്രയും കൂടി എന്തായാലും ഓണാക്കിയിട്ടുണ്ട്, വലയും കൂടി ഓണാക്കിയിട്ടേക്കാം. പിന്നെ വച്ചാൽ നമ്മുടെ KL43 ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ ഒരു ന്യൂ ഇയർ കാർണിവൽ പരിപാടിയുടെ, അതായത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ കാർണിവൽ പരിപാടിയുടെ ഒരു ചെറിയ കൂപ്പൺ വിതരണം ഉണ്ട് കേട്ടോ. അതായത് 50 രൂപയുള്ള കൂപ്പണിന് നിങ്ങളെല്ലാവരും ഒരേ കൂപ്പൺ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചുതരാം. നിങ്ങൾ ഗൂഗിൾ പേ വഴി 50 റുപ്പീസ് ഇട്ടാൽ മതി. അതിൽ ഫസ്റ്റ് പ്രൈസ് വന്നത് 4 ഗ്രാം സ്വർണം, പിന്നെ കുറേ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് ഗൈസ്. ഞാനതിൻ്റെ കൂപ്പൺ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ എടുക്കുക. ഇൻട്രസ്റ്റ് അല്ല, നമ്മുടെ ഈ ടാക്സി സഹോദരന്മാരെല്ലാവരും ഒരേന്ന് വെച്ചെടുത്ത് ഒന്ന് നമ്മളെ ഒന്ന് ഉഷാറാക്കുന്നു. എല്ലാവരും ഒന്ന് സെറ്റാകട്ടെ, പൊളിക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ മച്ചാൻ പറയാം, ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, കൂപ്പൺ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കണം, മെസ്സേജ് അയക്കണം കേട്ടോ. 50 രൂപ ഉള്ളൂ, ജസ്റ്റ് 50 രൂപ. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഗ്രാം സ്വർണ്ണമല്ലേ, 50 രൂപക്ക് എവിടെ കിട്ടും 4 ഗ്രാം സ്വർണ്ണം. 21-ാം തീയതിയാണ് നറുക്കെടുപ്പ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മച്ചാന്മാരെടുക്കുക. അപ്പം ഇനി കുറച്ച് കൂപ്പണും കൂടി ഉണ്ട് ബാലൻസ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് എടുക്കാം. നമ്മളെ ഈ സൊസൈറ്റീനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാം, അത്ര പറയാം. അപ്പം 3 ആപ്പ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമുക്ക് ഈ വാഴക്കാല സൈഡിലോട്ട് പോവാം. ഗൈസ്, യാത്രയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ? പക്ഷെ കിട്ടിയില്ലേ, കിട്ടിയില്ല ഗൈസ്, പോയി. ഞാൻ ആക്സെപ്റ്റ് ചെയ്താണത്, പോയി പോയി പോയി. സമയം 11 മണിയാട്ടെ ഗൈസ്. ഒരു ട്രിപ്പ് വരെ അടിച്ചിട്ടുള്ള. ഞാനിപ്പോൾ പതുക്കെ പോന്ന് നമ്മുടെ ഇവിടുത്തെ സർവീസ് റോഡിലെത്തി. ഒരു രക്ഷയില്ല. ഞാൻ പുറകിലൊരു വണ്ടി വന്നിട്ടുണ്ടല്ലോ. ഗ്യാപ്പ് നോക്കി കിടക്കണം. എനിക്കിപ്പോൾ ഒരു തണൽ കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടു ഇട്ട്. അവന് തണൽ കിട്ടിയില്ല, അവൻ വെയിലത്താണ്. പോണു മച്ചാൻ. പുള്ളി വെയിലത്ത് കൊണ്ടിട്ടാ. വെയിലത്തൊക്കെ സീനാണ് ഗൈസ്. എനിക്ക് തണലെന്ന് പറയാൻ പറ്റുമൊന്നുമില്ല, ചെറിയൊരു തണലുണ്ട് ഗൈസ്. ഒരു ഇത് വന്നിട്ടുണ്ടാ. ഇപ്പം ഞാൻ പോയി പിക്കേട്ടാ. സൈഡിൽ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തപ്പോൾ തന്നെ വന്നിട്ടാ. എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, എങ്ങോട്ടേക്കാണെങ്കിലും ഐ ആം റെഡി ഗൈസ്. ഈ അവസ്ഥ ഉണ്ടോ, ഫോൺ സ്റ്റക്കായിപ്പോയി. ഈ ആപ്പുകളെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഫോൺ സ്റ്റക്കായിപ്പോയി. കോള് പോലും എടുക്കാൻ പറ്റുള്ള. കസ്റ്റമർ വിളിച്ചോണ്ട്. ഹലോ, നല്ല വള്ളിയാണ് കിട്ടിയ ഗൈസ്. ഫോണ് ഡെഡായി തോന്നുന്നു. അതെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ ലൊക്കേഷനിലുണ്ട്, ആ താഴെയുണ്ട്. അമിയൻസ് അലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ താഴത്താണ്. ഈ മാപ്പ് തണ്ടി എന്നെ എവിടെയോ കൊണ്ടെത്തി. ഉണ്ടാ, ഈ റോട്ടിൽ കൂടി ആയിരുന്നു കയറേണ്ടത്, എന്നിട്ട് അപ്പുറത്തെ റോട്ടിൽ കൂടി കയറ്റി. അതാണ് നമ്മുടെ മാപ്പ് ഗൈസ്. ആ ട്രിപ്പ് ക്ലോസ് ആയിട്ടാണ്. ഇപ്പോൾ 771 റുപ്പീസ് 11.37. വരാപ്പുഴയിലാണ് നിൽക്കുന്നത്, വരാപ്പുഴ. 500 റുപ്പീസാണ് തന്നത്, എൻ്റെ ചേഞ്ച് ആയിരുന്നില്ല. അപ്പോൾ ഇത് ഈ ഫ്ലാറ്റിലോട്ടാണ് വന്നത്. പുള്ളി ചേഞ്ച് എടുക്കാൻ വേണ്ടി പോയിട്ടാണ് കേട്ടോ. ഞാൻ വന്നിട്ട് ബാക്കി കഥ പറഞ്ഞുതരാം. ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തേക്കാം. വരാപ്പുഴയിൽ ഉള്ളിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്നത്. 250 പറഞ്ഞിട്ട് 220 പോയി പുള്ളി എടുത്തിട്ട് വന്നത്. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്ത്, സാർ ഇത് 280 ആണെന്ന്. പിന്നെ മച്ചാമാരെ, ഏതെങ്കിലും വണ്ടികൾ റെൻറ്റിന് കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഏതെങ്കിലും വണ്ടികൾ റെൻറ്റിന് കൊടുക്കാനുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ, നമ്മുടെ ഗ്രൂപ്പിലിടാം. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാണ്ടോ. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് റെൻറ്റിന് വണ്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇതെന്താ കമ്മീഷനൊക്കെ കുറഞ്ഞ ഊബറിൻ്റെ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. 33 രൂപ കൊടുത്താൽ മതിയാ, 771 രൂപ കൂടി. ഞാൻ ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകണല്ലോ. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ് പുറത്ത്. ഞാൻ ഒരു മരത്തിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നോ പാർക്കിംഗ് ബോർഡൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ ഇടാൻ പാടില്ലെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ആരും ഇടണില്ല വണ്ടി. പുറത്തിറങ്ങി നിൽക്കാനും പറ്റില്ല, പുറത്ത് നല്ല ചൂട്, അകത്ത് അതിലും നല്ല ചൂട് ആടാ. മൊത്തം വേർത്ത് കുടിച്ച് ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. കുറേ നേരം അവിടെ കിടന്നു വേർത്ത് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല ലോ ബഡ്ജറ്റ് കടയിൽ പോയി വല്ല കഞ്ഞിയും കുടിക്കാം നമുക്ക് ഗൈസ്. ഇപ്പോൾ ഒരു എയർപോർട്ട് അടിച്ചിട്ടാ 551 രൂപ. അത് റഡാറായിരുന്നു, കട്ടായിപ്പോയി. ഓട്ടോ ഇല്ലാതെ കണ്ടപ്പോൾ ഞാൻ എല്ലാം ഓണാക്കിട്ടാ. ഞാൻ പാലാരിവട്ടത്തിൻ്റെ അവിടെയാണ് നിൽക്കണത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു അടി വന്നിട്ടാ. അതൊരു ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. സെറ്റ്. പുള്ളി ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്ട എന്നെ കാറ് വിളിച്ചത്. കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു മച്ചാനാണ് പുള്ളി. തൊട്ടപ്പുറത്ത്, അതായത് പോളക്കുളം ബാറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ പോലും ഇല്ല നടക്കാൻ. 200 അല്ല, 150 മീറ്റർ പോലും ഇല്ല നടക്കാൻ. അവിടെ നിന്ന് ഇവിടം വരെ എന്നെ വരുത്തി. തൊട്ടപ്പുറത്ത് ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കോട്ട് ഇട്ടത് കൊണ്ടായിരിക്കും ഊബർ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഇതിലേ കൂടി ഞാൻ യൂട്ടേൺ അടിച്ച് കൊണ്ടു നിർത്തിയപ്പോൾ തന്നെ പുള്ളി ഇറങ്ങി. അത്രേ ഉള്ളൂ സംഭവം. 121 രൂപ. സിമ്പിൾ പരിപാടി. ഇങ്ങനെ എല്ലാ കസ്റ്റമറും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഗൈസ്. വിശക്കണു. 10 കഴിഞ്ഞ ഓട്ടമാണ്, 1:45. ആകെ ഒരു ചെറിയ ഓട്ടം, അതിൻ്റെ ഇടയിൽ 121 രൂപയുടെ ഒരു ഓട്ടം കൂടി വന്നു.
ഇതാണിപ്പോൾ സംഭവിച്ചത്. ഇതേ തമ്മനത്ത് ഒരു കടയിൽ കയറി ഫുഡ് അടിക്കുക, വനിതാ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ. അവിടെ കയറി ഫുഡ് അടിക്കുക ഗൈസ്. അങ്ങനെ 110 രൂപക്ക് ഞാൻ തിന്നിട്ടുണ്ട് ഗൈസ്. ഒരു ഊണും ഒരു മത്തി വറുത്തതും കഴിച്ചിട്ടോ. 2 മണി ഇതേവരെ ഒരു അടി പോലും വന്നല്ലോടാ. ഒലേ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഫോണിപ്പോൾ ഹാങ് അല്ല കേട്ടോ. ഡിസയറിൽ എന്തോരം ഓട്ടമാണ് വന്നത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ. നമ്മുടെ വണ്ടിക്കൊന്നും ഓട്ടമില്ല ഗൈസ്. വാഗനറൊക്കെ എടുക്കണ ഒരു സീനാണ്. ഡിസയറിനൊക്കെ പാക്കേജ് ഓട്ടമൊക്കെ കിട്ടും. നമ്മുടെ വണ്ടിക്ക് ശോകമോട്ടം. ഓൺലി ഓൺലൈനിൽ കിടന്ന് ഓടാം. ഇത് തന്നെ പരിപാടി. ഇനി ഉച്ച ഉറക്കത്തിൻ്റെ സമയം. നമുക്ക് അപ്പുറത്തെ തണലിൽ പോയി കിടക്കാം. അടിച്ചു മോനെ. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അടിച്ച്. എങ്ങോട്ടേക്ക് അടിച്ചെന്ന് നോക്കട്ടോ. എള്ളമ്മക്കരയിലേക്ക് അടിച്ചാണ് കേട്ടോ. എള്ളമ്മക്കരയിലേക്ക് പോയി പിക്കട്ടെ ഗൈസ്. ലൊക്കേഷൻ ഒരു ഇടങ്ങേറ് പിടിച്ച ലൊക്കേഷൻ ഉണ്ടോ. ഫുൾ ഓഫ് റോഡായിരുന്നു. അല്ല ഞാനിപ്പോൾ ഏതോ വീടിൻ്റെ മേളിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ടുണ്ട്. ബാക്കിൽ സീനാണ്. ഗൈസ് ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ആ കാണുന്ന ചെറിയ ഇടവഴി കണ്ട കറക്റ്റ് എൻ്റെ വണ്ടിയുടെ ഗ്യാപ്പാണ്ട അവിടെയുണ്ട് ഞാൻ അവരെ കൊണ്ടാക്കിയത്. 164 രൂപ. 150 രൂപ എനിക്ക് കിട്ടി. 921 രൂപ കിട്ടിപ്പോരാ. ഈ ഫാമിലിയാണ്, ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ കയറിയത്. ശരിക്കും പിക്കപ്പ് ചെയ്യാൻ പോയ സ്ഥലത്തും ഇതേപോലെ ചെറിയൊരു ഇടവഴിയായിരുന്നു. ഫുൾ ഓഫ് റോഡായിരുന്നു. അവരെ ഡ്രോപ്പ് ഇട്ട സ്ഥലത്തും ഇങ്ങനെ തന്നെ ചെറിയൊരു വഴിയായിരുന്നു കേട്ടോ. കറക്റ്റ് എൻ്റെ വണ്ടിയുടെ ഗ്യാപ്പ്. സ്ക്രാച്ചൊന്നും ഇല്ല ഭാഗത്തിന്. സോ നടുവിന് ബെൽറ്റൊക്കെ ഇട്ടിട്ട് നല്ല കമ്പനി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ. അടിപൊളി ഫാമിലി ആയിരുന്നു. എന്തായാലും കുറേ സംസാരിച്ച് ഹൈക്കയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ എടപ്പള്ളി പമ്പിൽ കയറിയിരിക്കുന്നു CNG അടിക്കാൻ. 2 കട്ട CNG മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ. 921 രൂപ ഓടിയിട്ടുണ്ട്. അതിൽ 10-600 രൂപയ്ക്ക് ഇപ്പോൾ CNG അടിക്കും. ബാക്കി 300 രൂപ കിട്ടി. അതാണ് ഇന്നത്തെ നമ്മുടെ ലാഭം. ഓട്ടം കിട്ടണേ. ഓട്ടം കിട്ടാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. വലിയ ഓട്ടമൊക്കെ കിട്ടണം. അപ്പോഴേ ഒറ്റയടിക്ക് ഫണ്ട് കയറുള്ളൂ. അല്ലാതെ ഈ ചെറിയ ഓട്ടം അങ്ങാട്ടും കിടന്ന് ഓടിയിട്ട് ഒരു രക്ഷയില്ല. മീൻസ് ഇതേപോലെ 150-160 ഒക്കെ കിട്ടി ഇങ്ങനെ ജീവിതം തീരും. എന്തായാലും ഇപ്പോൾ 2 കട്ട CNG അടിക്കുമ്പോൾ എന്തൊക്കെ വന്നാലും 600 രൂപ അടുത്താവും. 2 കട്ടേ ഉള്ളൂ ഇതിൽ, മനസ്സിലായോ? 600 രൂപ അടുത്ത് എന്തായാലും ആവും. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. 550 രൂപ അടിച്ചിട്ടാ. 920 ഒരു 550 മൈനസ് ചെയ്തേക്ക് ഗൈസ്. ഇനി നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ചിലർ പറയുമായിരുന്നു CNGയും കഴിഞ്ഞ് നമുക്കൊരു 1000 രൂപ ഒപ്പിക്കാൻ പറ്റുമോ ബ്രോ എന്ന്. അപ്പോൾ അത് CNG അടിച്ചിട്ടുണ്ട്. 921 രൂപ കിട്ടിയിട്ടുണ്ട്. അതിലൊരു 550 മൈനസ് ചെയ്യുക. 2 കട്ട CNG വരെ നമുക്ക് എത്ര രൂപ ഒപ്പിക്കാൻ പറ്റുമെന്ന് ഇനി നോക്കാം. ഞാൻ ഇത് ചിലപ്പോൾ 2 കട്ട അതേ ഒരെണ്ണം തീർന്നു. ഒരെണ്ണം അപ്പം തന്നെ തീർന്നു. അതായത് 0.1 കിലോമീറ്റർ തന്നെ ഒരു കട്ട തീർന്നു. അതായത് അതൊക്കെ എന്താണ് പ്രഷർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതൊക്കെ കാണുമ്പോൾ മനസ്സ് മടുത്തു പോണ. അപ്പോൾ മച്ചാന്മാരെ ഇതൊക്കെ തന്നെ സംഭവം. എന്തായാലും ഒരു ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ അറ്റം മുതൽ അറ്റം വരെ വണ്ടികൾ നിരന്ന് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റൂടാ. ഇത് ആദ്യത്തെ വണ്ടിയല്ല. ബാക്കിലോട്ടൊക്കെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. പറ്റം വരെ നിരന്ന് കിടക്കണേ. ഈ ഏരിയ കിടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ടോളിൻ്റെ അവിടെ അപ്പുറത്തൊരു സൈഡിലൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ വാതിക്കനോട് ചേർന്ന് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിടാം. ഇതേ ഒരെണ്ണം ഒലയിലടിച്ചിട്ടുണ്ടോ. വെണ്ണലയിലേക്കാണ് കാണിക്കണത്. ഇത് പിക്കാൻ എവിടെ പോയി പിക്കണമെന്നാണ് ഞാൻ ആലോചിക്കണത്. സർവീസ് റോട്ടിലാണേ. ഓക്കെ സ്ട്രെയിറ്റ് തന്നെ വേണ്ട. ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ്. 168 രൂപ കിട്ടിയിട്ടാ. വെണ്ണലയിലേക്കാണ് നമുക്കൊരു ട്രിപ്പ് കിട്ടിയത് ഗൈസ്. ഒരു ട്രിപ്പ് ഊബറിൽ വന്നിട്ടിപ്പോൾ കളമശ്ശേരിയിലേക്ക് കാണിക്കണത്. ഇവിടെ നിന്ന് നേരെ യൂട്ടേൺ അടിച്ച് പോണണ്ട. ഓക്കെ മനസ്സിലായി ഗൈസ്. ഞാൻ പോയി പിക്ക് ചെയ്യട്ടേട്ടാ. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലെത്തി. പക്ഷെ ഇവിടെ ആരെയും കാണാനില്ല. എന്തായാലും 5 മിനിറ്റ് നമുക്ക് പോസ്റ്റ് കൊടുക്കാം. എത്തിക്കഴിയുമ്പോൾ തന്നെ വിളിക്കണത് ശരിയല്ലല്ലോ. 5 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യട്ടെ. ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. ഐ അറൈവ്ഡ് എന്ന് പറഞ്ഞു.
ഇത് മെയിൻ റോഡിൽ കൂടി ക്രോസ് ചെയ്തൊക്കെ വന്ന പോലെയൊക്കെയാണല്ലോ കാണിക്കണത്. ഇത് വേണ്ട, ഇത്ര നേരം ഇവിടെയായിരുന്നു, ഇപ്പം ഇവിടെ ഇങ്ങോട്ട് വാ. ഞാൻ എന്തേ ഇവിടെ നിൽക്കണത്. എന്തായാലും റൈഡർ നോട്ടിഫൈഡ്, വെയിറ്റിംഗ് ഫോർ റൈഡർ. വെയിറ്റ് ചെയ്യാം. ലൊക്കേഷൻ കാണിക്കണത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, പക്ഷേ എനിക്ക് ലൊക്കേഷൻ വന്നത് ഇവിടെയാണ്. വേണ്ട, റൈഡർ നോട്ടിഫൈഡ്. 34 സെക്കൻഡും കൂടി വെയിറ്റ് ചെയ്യണം. ആ ഒരു സൈഡ് അങ്ങോട്ടാണ് ഉമ്മയുടെ നിൽക്കണേട്ടോ. ഗൈസ്, ഈ ഒരു യാത്രയിൽ നിന്ന് എനിക്ക് 227 രൂപ ഉണ്ട് കിട്ടിയേക്കണത്. അതായത് കമ്മീഷൻ എത്ര കൊടുത്ത 204 രൂപ കിട്ടി. 204 അത് നമ്മുടെ വെണ്ണലയിൽ നിന്ന് കളമശ്ശേരി വരെ 200 രൂപ കിട്ടിയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ 1126 രൂപ കേട്ടാ. 550 രൂപക്ക് CNG അടിച്ചിട്ടുണ്ട്, മൈനസ് 550 കേട്ടാ. അപ്പോൾ ആ ചോദ്യം ചോദിക്കണവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇപ്പോൾ ഇതേ HMTയുടെ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ നിന്നൊക്കെ ഒരു ഓട്ടം കിട്ടി നേരെ പള്ളുരുത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഓട്ടം കഴിഞ്ഞു സത്യത്തിൽ. പക്ഷെ കിട്ടൂലല്ലോ. ഇവിടെ നിന്ന് ഏത് ഗുദാമിലേക്ക് കിട്ടണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരു വണ്ടി കൊണ്ട് നിർത്തി ഡിക്കി തുറന്നു പോയി തോന്നുന്നുണ്ട്. ഒരു ട്രിപ്പ് ഒരു അടിക്കലട്ട ഗൈസ്. 4 മണിയായിട്ടും ഇവിടെ നിന്നൊന്നും ഒരു ഓട്ടമില്ല എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ. ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് എന്തായാലും വെയിറ്റ് ചെയ്യാം. 5 മണി വരെ ഞാൻ എന്തായാലും ഓടാനുള്ള പരിപാടിയാണ്. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഒലയിലൊരു ട്രിപ്പ് അടിച്ചാണ് ഇടാ. ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ്. ഒലയിലാണ് ട്രിപ്പ് അടിച്ചത്. റിനൈ മെഡിസിറ്റിയിലേക്കാണ് കളമശ്ശേരിയിൽ നിന്ന്. 285 രൂപ കിട്ടിയിടാ. വേണ്ടാ, ഒലയിലാണ് അടിച്ചത്. 285 രൂപ. നല്ല കസ്റ്റമറായിരുന്നു. നമുക്കിനി ഹോമിൻ്റെ അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഇട്ട് വെച്ചേക്കാം. 45 മിനിറ്റ് ഉണ്ട് എൻ്റെ വീട്ടിലോട്ട്. ഇവിടെ നിന്ന് കറക്റ്റ് യൂട്ടൺ അടിച്ചപ്പോൾ റെനയിന്ന് ഏലൂരിലേക്ക് ഒരു ട്രിപ്പ് വന്നേക്കണം ഗൈസ്. ഞാൻ എന്തായാലും അതും കൂടി ഒന്ന് പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ്. ഇത് ഓൺലൈൻ പെയ്ഡ് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ 709 രൂപ കേട്ടോ. ഇത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. സോ അത് നമ്മൾ കൊടുക്കാനുള്ളത് അത് ടാലിയാക്കി അവർ വിട്ട്. ഇവിടെ നിന്ന് ഇനി ഒരു ട്രിപ്പ് കിട്ടുമോ ഇല്ലെന്ന് ദൈവത്തിനറിയാം. ഇതൊരുമാതിരി ഉൾക്കാട്ടിൽ പെട്ട പോലെ ഇപ്പോല. കർത്താവേ. പണ്ട് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഏലൂർ ഭാഗത്ത് വന്നപ്പോൾ ഒരു ചായ കുടിക്കുന്ന ഒരു സ്പോട്ട്, ഈ കമ്പനിയുടെയൊക്കെ സൈഡിലായിട്ട്. അവിടെ പോയി ഒരു ചായ കുടിക്കാം. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാ. 5:20 ഗൈസ്. 2 പുഴുങ്ങിയ മുട്ടയും മേടിച്ച് ട്രിപ്പും തന്നെ നോക്കിയിരിക്കണം കേട്ടോ. ചായ ഒന്നുമില്ല, ചായ ഇപ്പോൾ വരും. അങ്ങനെ ചായയും 2 മുട്ടയും കഴിച്ച് ഗൈസ്. 30 രൂപ. ഇനിയിപ്പോൾ കാലി അടിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പം നല്ല ഓട്ടമുള്ള സമയമാണ് ശരിക്കും. നമുക്ക് ആ ജംഗ്ഷൻ്റെ അങ്ങോട്ടേക്ക് മാറ്റിയിടാം. ഈ ഏരിയയിലൊന്നും ഒരാളില്ല. പിന്നെ ഇവിടം വരെ വന്നിട്ട് കാലി അടിച്ച് പോകാൻ വട്ടാണല്ലോ. പക്ഷെ എൻ്റെ 23 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. എന്തായാലും ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. കിട്ടണമെങ്കിൽ കിട്ടി, ഇല്ലെങ്കില്ല ഗൈസ്. ഞാൻ മടിഞ്ഞ് വീട്ടിലോട്ട് കയറണമായിരുന്നില്ല. അവിടെ തൊട്ട് ഇവിടം വരെ എനിക്കൊരു ഓട്ടം പോലും കിട്ടിയില്ല. അതായത് നമ്മുടെ പള്ളുരുത്തി വരെ ഒരു ഓട്ടം പോലും കിട്ടിയില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർസിറ്റി ആലപ്പുഴയിലേക്ക് 1600 രൂപ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത ഓട്ടമാണ്. നമുക്ക് ഈ 1600 രൂപ പോയിട്ട് വരാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് എന്തായാലും ആ കസ്റ്റമറുടെ അടുത്ത് പോയി നോക്കാം ഗൈസ്. ഇതിൽ 1600 കാണിച്ചത്. പിക്കപ്പ് ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടി നിൽക്കണേണ്ട. കസ്റ്റമർ വന്നിട്ടില്ല. കസ്റ്റമറിന് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ. എന്തായാലും ഊബറിൽ ലൊക്കേഷനൊക്കെ വെറുതെ ഷോക്കായിട്ട് കാണിക്കണത്. കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണാണ്. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണെന്ന്. കിട്ടോ ഇല്ലെന്ന് അറിയില്ല. വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഈ കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് കാണാം. എൻ്റെ പൊന്ന് ഗൈസ്, ഇപ്പം സമയം 9:09 കേട്ടോ. ഞാൻ ആലപ്പിയിലാണ് നിൽക്കണത്. ആലപ്പിയിൽ ഇതേണ്ട പഗോഡ റിസോർട്ട്സ്. അതായത് ഇവിടം വരെ കൊണ്ടുവന്ന ട്രിപ്പ് 2727. അതായത് 1700 സംതിങ് എനിക്ക് കിട്ടിയിടാ. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഇന്നത്തെ ഏണിങ്സ് 2727 പിന്നെ പ്ലസ് 700. ഇതൊന്നും അല്ല ഗൈസ്. ഏറ്റവും വലിയ വിറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ കയറിയ മച്ചാൻ, ഒരു പൊളി മച്ചാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അടിപൊളി മച്ചാൻ.
ആ ബിയർ പാർലറിലേക്കാണ് കയറിപ്പോയേക്കണം മച്ചാൻ, പഗോഡയിൽ. പുള്ളിയുടെ പേരോ ഒന്നും ഞാൻ കാണിക്കണില്ല, കാരണം അത് ശരിയല്ല, നമ്മൾ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെളിപ്പെടുത്തുന്നത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി കയറിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് തിരിച്ച് ആലപ്പിയിൽ നിന്നൊക്കെ റിട്ടേൺ ട്രിപ്പ് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുക്കാൻ പാടില്ല, കാരണം ആലപ്പിയിലെ ടാക്സി സഹോദരന്മാർക്ക് ട്രിപ്പ് കിട്ടില്ല, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ്. അങ്ങനെ തിരിച്ച് റിട്ടേൺ ട്രിപ്പൊന്നും ഞാൻ എടുക്കാതെ ഞാൻ ഓഫാക്കിയിട്ടായിരിക്കും തിരിച്ച് പോനേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഇവിടെ ഇറങ്ങി. അതായത് 2200 രൂപയാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കേണ്ടത്. പുള്ളി എനിക്ക് ഇട്ടുക എന്ന റേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, 2200 രണ്ടാക്കി ഇട്ട് പുള്ളി, അതായത് 4400 ഇട്ടേക്കണം. എന്നിട്ട് എനിക്ക് ഷൈക്കാൻ എന്നിട്ട് പറയാണ്, ബ്രോ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, കാശ് വരുമ്പോൾ എൻജോയ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പാട്ടിന് ഈ ബിയർ പാർലറിലേക്ക് കയറി. ഞാൻ എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു, സാറേ ബ്രോ ഇത് എനിക്ക് വേണ്ട, എനിക്ക് പണിയെടുത്ത പൈസ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോ അങ്ങനെ പറയല്ലേ, ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി തന്നതാണ്, മച്ചാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വൈബിൽ. പക്ഷെ എൻ്റെ പൊന്ന മച്ചാന്മാരെ, എൻ്റെ കിളി പറഞ്ഞിട്ടിരിക്കണേ. എൻ്റെ ഊബർ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം 2200 രൂപ ടിപ്പ് വന്നേക്കണം. എൻ്റെ മച്ചാനെ, എൻ്റെ കിളി പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയിട്ടിരിക്കണത്. എന്തെന്ന് സംഭവിച്ചത്, ഞാൻ വീട്ടിലോട്ട് കയറാൻ വേണ്ടി പോയതാണ്. മറ്റേ ഏലൂർന്ന് ഒരു ട്രിപ്പ് പോലെ അടിച്ചില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഞാൻ വീട്ടിൽ കയറാൻ വേണ്ടി പോയപ്പോൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളുരുത്തി മറ്റേ ഇടക്കൊച്ചി ഭാഗത്തുനിന്ന് ആലപ്പി ട്രിപ്പ് അടിച്ചേക്കണം. അത് ഇവിടെ കൊണ്ടുവന്നാക്കി മാക്സിമം 45 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയേക്കുന്ന എമൗണ്ടാണ് 4400 രൂപ. ഗൈസ്, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ടാക്സി ഫീൽഡിലേക്ക് ഇറങ്ങലേട്ടാ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കഷ്ടപ്പാടുകൾ ദൈവം കാണുന്നുണ്ട്, മനസ്സിലായ? എന്നെങ്കിലും ഒരു ദിവസം ദൈവം തരും, എറിഞ്ഞു നോക്കും, നീ അത് എടുക്കണുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ആ കസ്റ്റമറെ എനിക്ക് ലൊക്കേഷൻ തെറ്റിയിട്ട് ഞാൻ കുറേ കിടന്ന് കറങ്ങി. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ക്യാൻസൽ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാൻസലാക്കാൻ വേണ്ടി പോയപ്പോൾ പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇന്ന പോലെ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് വന്നിട്ടും ഞാൻ പുള്ളീനോട് പറഞ്ഞു, ബ്രോ ആലപ്പുഴയിലേക്കാണല്ലേ, എന്നാൽ ഞാൻ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരട്ടെ, ഞാൻ ചെറുതായിട്ടൊന്ന് മടിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നോട് തന്നെ പറയണേ, എടാ നീ ഇങ്ങനെ കാണിക്കല്ലേ, നിനക്ക് വന്ന ഓട്ടോ അല്ലേ, നീ എടുക്കുക എന്നുള്ള ഒരു അത് എന്നെക്കൊണ്ട് എനിക്ക് ആ ധൈര്യം തന്ന്. ആ രാത്രി ഞാൻ രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഞാനാണ്, ഇപ്പം രാത്രി 9:30 മണി. ആ ഒരു ട്രിപ്പ് അറ്റൻഡ് ചെയ്ത് ഞാൻ ആലപ്പുഴ പഗോഡ ബാറി കിടന്നാണ് ഞാൻ ഈ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അത് സന്തോഷം കൊണ്ടാണ് കേസ്. ഞാൻ എന്തായാലും ഇനി വീട്ടിലോട്ട് ഇറക്കട്ടെ, കാലിക്കാണ് പോണത്. ഇനി ഇവിടുത്തെ ടാക്സി സഹോദരന്മാർ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഊബർ ഓഫാക്കിയിട്ടാണ് പോണത്. ഞാൻ ആരുടെയും കണ്ണിൽ പാറ്റിടാൻ നോക്കണ ഒരുത്തനല്ല. ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ തിരിച്ച് ഒറ്റക്കാണ് പോണത് കേട്ടാ. എന്നാലും എൻ്റെ മച്ചാനെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ വണ്ടി വന്ന് കയറിയപ്പോൾ. കിളി വർത്തിട്ടാ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. 9:15 ഇനി വീടെത്തുമ്പോൾ ഒരു 10:11 മണിയാവും. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. അടിപൊളി ദിവസമായിരുന്നു. ചേർത്തലയിൽ നമ്മ പോണ വഴിക്ക് കുറേ CNG പമ്പുകളുണ്ട് ഗൈസ്, പക്ഷെ എല്ലായിടത്തും വേണ്ട 6:30 AM to 9 PM ആണ്. നമ്മുടെ നാവിഗട്ടി എന്ന ആപ്പിൽ കാണിക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പം ഈ 24 മണിക്കൂർ CNG ഉള്ള പമ്പൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ചേട്ടൻ പറഞ്ഞ് 12 മണി വരെയുള്ള ഒരു CNG പമ്പ് അപ്പുറത്തുണ്ട്, അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിടിലം മഴ, കിടിലം മഴ, ഒന്നും കാണാൻ പറ്റില്ല, മുട്ടൻ സീന. പട്ടണക്കാടുള്ള പമ്പിൽ CNG ഉണ്ട് കേട്ടോ, 24 hours സെറ്റ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ചേർത്തലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഊബർ ഓൺ ആക്കിട്ടാ. ഇപ്പം എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. ഈ പട്ടണക്കാട് ഒരു 9 മിനിറ്റ് കാണിക്കണത്. ക്യാൻസൽ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് CNG അടിച്ച് ഫുള്ളാക്കിയിട്ടേക്കാം. 2 കട്ടയാ തന്നെ നിൽക്കണത് ഗൈസ്. 618 രൂപക്ക് ഞാൻ അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. 7 കിലോ കയറി ഗൈസ്. 10:34 ഞാൻ പറഞ്ഞില്ലേ ഒരു ട്രിപ്പ് എനിക്ക് തുറവൂരിന്ന് അടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി കറക്റ്റ് ആ സ്ഥലത്ത് എത്തിയിട്ടാ. എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഫോൺ വിളിച്ചിട്ട് പുള്ളി എടുത്തില്ല. അപ്പോൾ ഒരാളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആള് നടന്ന് എൻ്റെ കാറിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് ബാറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. തുറവൂരുള്ള ഒരു ബാറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നടന്ന് എൻ്റെ കാറിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കണത് ഒരു കണ്ണ് ഇപ്പുറത്തോട്ടും ഒരു കണ്ണ് അപ്പുറത്തോട്ടുമാണ്.
എന്നിട്ട് എന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ എത്തി ഇങ്ങനെ നോക്കണം. എനിക്ക് മനസ്സിലായി ഇതിനെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പരവള്ളി. അതായത് രാവിലെ 7 മണിക്ക് ഇറങ്ങിയ ഞാൻ 10:30, അത്രയും ടയേർഡായിട്ടിരിക്കണം ഞാൻ. ആ സാധനത്തിനെയും കൂടി വണ്ടി കയറ്റി ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ തലയിലാവുമെന്ന് ഉറപ്പായതുകൊണ്ട് ഞാനത് കട്ടായി കളഞ്ഞ കേസ്. അതല്ല, 2 കണ്ണും എന്നെ തന്നെയാണ് നോക്കണേന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു കണ്ണ് ഇടത്തോട്ടും ഒരു കണ്ണ് വലത്തോട്ടും നോക്കിയത് കൊണ്ട് എനിക്ക് കിളി പറഞ്ഞു. ഞാൻ പുള്ളി നൈസായിട്ട് ഇവിടെ വന്ന് എനിക്ക് തോന്നണ പുള്ളിയുടെ കൈയും കാലൊക്കെ എന്തോ പൊട്ടിയിട്ടാണെന്ന് തോന്നുന്നു. കൈയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ എനിക്ക് മനസ്സിലായി വള്ളിയാണെന്ന്. ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി നൈസായിട്ട് ഇങ്ങോട്ട് പോകുന്നു കൈസ്. ഇനി ട്രിപ്പൊന്നും വേണ്ട, നമുക്ക് നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. വേണ്ട കൈസ്, ഞാൻ ആ പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അടിച്ചാണ് ചേർത്തല കഴിഞ്ഞിട്ട്. വേണ്ട, ഒരു ഘട്ട മാത്രം പോയിട്ടുള്ളൂ. 21 കിലോമീറ്റർ ഓടി. അതൊക്കെയാണ് പമ്പ്. പ്രഷറുണ്ട്, പ്രഷറിൽ കയറിയിട്ടാണ് ആടാ. ഇതൊക്കെയാണ് മൈലേജ് കിട്ടുന്ന പമ്പ് എന്ന് പറയുന്നത്. ഒരു ഘട്ട മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ പൊന്നെ മോച്ചാമരെ, ഫൈനലി നമ്മ എവിടെ എത്തിയിട്ടാ. ഇന്നത്തെ ദിവസത്തെ ഓട്ടം കണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിൽക്കണവരുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെ ചക്കക്ക് കിട്ടുന്ന ഓട്ടമാണ്. അതായത് മറ്റേ ശിക്കാരി ശംഭുവിൻ്റെ കഥ കേട്ടിട്ടില്ലേ, അതേപോലത്തെ സംഭവങ്ങൾ വർഷത്തിലൊരിക്കൽ നടക്കും. വല്ലപ്പോഴൊക്കെ ലക്കിൽ വന്ന ഓട്ടങ്ങളാണ് കൈസ്. ഇത് കണ്ടിട്ട് എടുത്ത് ചാടാൻ നിൽക്കരുത് കേട്ടോ. കാരണം ആ പ്രാക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായി പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചായിരുന്നു. 7 മണിക്ക് ശേഷമാണ് നമുക്ക് നല്ല അടിപൊളി ഓട്ടം വന്നത്. നിങ്ങൾ കണ്ടതുപോലെ ഇൻ്റർസിറ്റി അടിച്ച് നേരെ ആലപ്പുഴ 2200 രൂപ ഓട്ടത്തിന് 2200 രൂപ ടിപ്പ് കിട്ടി. എന്തായാലും ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. ദിവസം 7 മണിക്ക് ഇറങ്ങിയിട്ട് ഇതേ രാത്രി 11:15 ഞാൻ വീട്ടിൽ കയറണത്. എൻ്റെ പൊന്നു മച്ചാന്മാരെ, എൻ്റെ നടുവൊടിഞ്ഞ് സെറ്റായിട്ടിരിക്കണാണ്. വെള്ളം കുടിക്കണം, ഫുഡ് അടിക്കണം. ഒരു സാധനം ഞാൻ കഴിച്ചില്ല, ഞാൻ വെച്ച് പിടിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ മച്ചാന്മാരെ, നമ്മുടെ കൂപ്പൺ KL43 കൂപ്പൺ എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതെടുത്ത് നമ്മളെ സൊസൈറ്റീനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മച്ചാന്മാരെ, ഞാൻ ഈ വീഡിയോ ഇനി വലിച്ചിട്ട് കൊളോക്കാനുള്ള നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണ്. കാരണം നല്ല വലിയൊരു ദിവസമായിരുന്നു. 7 മണിക്ക് ഇറങ്ങിയിട്ട് 11:30ക്കാണ് കയറണത്. കിഡിലൻ വർക്കായിരുന്നു ഇന്നത്തെ ദിവസം. 4,400 5,000 16,000 രൂപയുടെ ഓട്ടം നമ്മ ഇന്ന് സെറ്റാക്കിയിട്ടാണ് ഇടാം. അതായത് 170 കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ 170, മാക്സിമം 190, 170 190 ആ ഒരു റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. 200ലേക്ക് കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 10-200 കിലോമീറ്റർ നമ്മൾ കടന്ന് ഓടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഇതേപോലെ തന്നെ എല്ലാ ദിവസവും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട്. ഇട്ടത്തിരിക്കണേ. ഇനി ഗേറ്റ് തുറന്ന് വണ്ടി കയറ്റി പാർക്ക് ചെയ്യട്ടെ. വണ്ടി ഫുൾ അഴുക്കാണ്. ആ മറ്റേ ചേർത്തലേന്ന് നമ്മൾ മെയിൻ റോഡ് വഴിയാണ് ഞാൻ വന്നത്. പോയപ്പോൾ നമ്മുടെ തീരദേശ റോഡ് വഴി പോയി. വന്നപ്പോൾ ഞാൻ മെയിൻ റോഡ് വഴിയാണ് പിടിച്ച് വന്നത്. കാരണം CNG അടിക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് എന്തായാലും വലിച്ചിട്ട് ഇനി കുളവങ്ങളെ വെച്ചാൽ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ ബബ്ബായിട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. എന്തെങ്കിലും വീഡിയോയിൽ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക മച്ചാമാരെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. പിന്നെ കൂപ്പൻ്റെ കാര്യം മറക്കല്ലേട്ടാ. ബൈ ബൈ. എല്ലാവരും ഉറങ്ങിയ ദൈവമേ, ഒരാളെന്നെ കാത്തിരിക്കണത്. റോമി